അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് റബീഇൻ്റെ 8-ാം ദിവസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന സമയത്ത് മദീനയിൽ ഒരുപാട് അൻസാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തുകൊണ്ടിരുന്നു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്ന ആ ഒരു സമയത്ത് ഒരു ഉമ്മ ഒരു കുട്ടിയുടെ കൈയും പിടിച്ച് നബിയുടെ അടുത്ത് ചെല്ലുന്നു. പിന്നീട് ആ ഉമ്മ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, നബിയെ, ഇതിൻ്റെ മകനാണ് നബിയെ, ഇവനെ ഞാൻ നിങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, നിങ്ങളിലേക്ക് സേവനം ചെയ്യാൻ വേണ്ടി ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് ആ ഉമ്മ ആ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഏൽപ്പിക്കുകയാണ്. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്ന് മരിക്കുന്നത് വരെ, അതായത് 10 വർഷക്കാലം ആ ഒരു സ്വഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരുന്നു. ആ സ്വഹാബിയുടെ പേരെന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഒരാളോട് ഈ ചോദ്യമായി ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ വന്ന റബീൻ്റെ ഭാഗമായിട്ട്. ഇന്ന് റബീൻ്റെ എത്രാമത്തെ ദിവസമാണ്? ഇന്ന് 8-ാം ദിവസം. ഇന്ന് റബീൻ്റെ 8-ാമത്തെ ദിവസമാണ്. സോ ഞാൻ ചോദ്യം ചോദിക്കട്ടോ. ചോദ്യം എന്ന് പറഞ്ഞെങ്കിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന് ആ സമയത്ത് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഒരു ഉമ്മ ഒരു കുട്ടിയെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഏൽപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ജീവിച്ച 10 വർഷക്കാലം അവിടെ ആ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നു. ആ സ്വഹാബിയുടെ പേരെന്ന് പറയാം? അനസ് ബിൻ മാലിക്. ഉത്തരം ശരിയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ആ സ്വഹാബി. ഏറ്റവും കൂടുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒരാളും കൂടിയാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. സോ ഉത്തരം ശരിയായതുകൊണ്ട് നമ്മുടെ ഭാഗത്തിൽ നിന്ന് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ, ഹാപ്പി അല്ലേ?